16ാമത് ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന് തിരശീല വീണു. തൃശൂർ നേതാജി ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ വലതുപക്ഷ ആശയങ്ങളെ വലിയ രീതിയിൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി പിണറായി വിജയൻ പറഞ്ഞു. SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷ് മുഖ്യപ്രഭാഷണം നടത്തി. 4 ദിവസം ആവേശമായി നീണ്ടുനിന്ന ഡിവൈഎഫ്ഐ 16ാമത് സംസ്ഥാന സമ്മേളനത്തിന് തൃശൂരിൽ സമാപനമായി. ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റായി ചിന്ത ജെറോമിനെയും സെക്രട്ടറിയായി M വിജിനെയും ട്രഷററായി R രാഹുലിനെയും പ്രഖ്യാപിച്ചു. 92 അംഗ സംസ്ഥാന കമ്മിറ്റിയെയും 25 അംഗ സെക്രട്ടേറിയറ്റിനെയും തെരഞ്ഞെടുത്തു. നേതാജി ഗ്രൗണ്ടിൽ നടന്ന പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റാണല്ലോ ഭരണം നടത്തേണ്ടത്. അപ്പോൾ BJPയുടെ RSSന്റെ ഭരണം ഇവിടെ ഇല്ലെങ്കിലും ഇവരിലൂടെ അവരുടെ ഭരണം നടത്താൻ പറ്റും. അപ്പോൾ ഗവർണർ ഉപയോഗിച്ച് ആ ഭരണം നടത്താം എന്നൊക്കെയുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. കേരളത്തെ മാറ്റിമറിക്കാൻ നോക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ യുവത അതീവ ഗൗരവമായിട്ടെടുക്കണം. നല്ല രീതിയിൽ പ്രതികരണം അതിനെതിരായിട്ട് വരണം. നമ്മുടെ സംസ്ഥാനത്തെ പൊതുധാരയിൽ നിന്ന് മാറ്റാനുള്ള, സംസ്ഥാനത്തിൻ്റെ ഇതേവരെയുള്ള തുടർച്ചയിൽ നിന്ന് സംസ്ഥാനത്തെ പൂർണ്ണമായി മറ്റൊരു രീതിയിലേക്ക് മാറ്റി തീർക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അതിനെതിരെ വലിയ തോതിലുള്ള ഇടപെടൽ യുവതയുടെ ഭാഗത്തുണ്ടാവണം. പരിപാടിയിൽ SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷ് മുഖ്യപ്രഭാഷണം നടത്തി. That the DYFI state conference inside Kerala is happening in a time when we have seen that how youth are being made a weapon by the RSS inside this country to further their agenda of the divisiveness, of the communal agenda they have. They are trying every bit to capture educational spaces. They are trying every bit to ensure inside this country, student and youth of this country, unitedly, under the leadership of SFI and DYFI, have shown that how collective struggles have to be led. They have shown from Jantar Mantar, if people are united, they have to be victorious. There is no other part. If people are united in struggle, they will be victorious. And from Jantar Mantar, that message was given. Across the country through the struggle, the message was clear. സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി യുവജന റാലിയും യൂത്ത് ബ്രിഗേഡ് റാലിയും നടന്നു. കഴിഞ്ഞ 20-ന് നടന്ന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് നടൻ പ്രകാശ് രാജായിരുന്നു. പൊതുസമ്മേളനത്തിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന അഖിലേന്ത്യാ നേതാക്കളും CPM നേതാക്കളും MLA മാരും പങ്കെടുത്തു. കൈരളി ന്യൂസ്, തൃശൂർ.